ഹായ് എവരി വൺ, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് 8ലെ സെക്കൻഡ് യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്ററാണ്. കഥയുടെ പേരാണ് ഹാച്ചി കി കഹാനി. എഴുതിയിരിക്കുന്നത് ഗീത് ചതുർവേദി എന്ന എഴുത്തുകാരനാണ്. ഇനി നമുക്ക് ടെക്സ്റ്റിലേക്ക് വരാം. ഇക്കായി ദോ പൽത്തെ റിഷ്തെ. പൽത്തെ റിഷ്തെ എന്ന് പറഞ്ഞാൽ വളരുന്ന ബന്ധങ്ങൾ. ഹാച്ചി കി കഹാനി ഗീത് ചതുർവേദി. 1923 का समय 1923 കാലഘട്ടം. जापान की राजधानी टोक्यो में सड़क पर टहलते प्रोफेसर യുഎൻഎ को कुत्ते का एक पिल्ला मिलता है. ജപ്പാൻ്റെ തലസ്ഥാനമായ ടോക്കിയോയുടെ റോഡിലൂടെ നടന്നു പോകുമ്പോൾ, ടഹൽത്തെ എന്ന് വെച്ചാൽ ധീരെ ധീരെ ചലന, പതുക്കെ നടന്നു പോകുമ്പോൾ പ്രൊഫസർ യുഎൻഎക്ക് കുത്തേക്ക ഏക്ക് പില്ല മിൽത്ത ഹെ, നായയുടെ ഒരു കുട്ടിയെ കിട്ടി. പില്ല എന്ന് വെച്ചാൽ ഒരു നായക്കുട്ടിയെ, മിൽത്ത ഹെ കിട്ടുന്നു. അക്കീത്ത നസ്ലിക്ക ഏക്ക് ശാന്താർ പില്ല, അക്കീത്ത വംശത്തിൽപ്പെട്ട ഒരു വലിയ നായക്കുട്ടി. ജിസ്കെ ഗലെ പെർ പട്ട ബന്ധ ഹെ, അവൻ്റെ കഴുത്തിൽ ഒരു പട്ട ബന്ധ ഹെ. എന്ത് കെട്ടിയിരുന്നു? ഒരു ബെൽറ്റ് കെട്ടിയിരുന്നു. പട്ട എന്ന് വെച്ചാൽ ബെൽറ്റ്. ഉസ്പർ ലിഗാ ഹെ ഹാച്ചി, അതിൻ്റെ മുകളിൽ ഹാച്ചി എന്ന് എഴുതിയിരുന്നു. ജാപ്പാനി ഭാഷമേ ഹാച്ചി കാ അർത്ഥ ഹോത്താ ഹെ 8. ജപ്പാൻ ഭാഷയിൽ ഹാച്ചി എന്നതിന് 8 എന്നാണ് അർത്ഥം. അങ്ക് ജിസെ പൂരാ ജാപ്പാൻ ബഹുത്ത് സൗഭാഗ്യശാലി മാനത്ത ഹെ, ഈ നമ്പർ ജപ്പാനിലെ മുഴുവൻ ആളുകളും ഒരു ഭാഗ്യത്തിൻ്റെ നമ്പറായിട്ടാണ് കണക്കാക്കുന്നത്. ലേക്കിൻ പില്ല ഐസി മസ്ബൂർ ഹാലത്ത് മേ താ കി ലഗേ ഭാഗ്യക്ക മാര ഹെ, എന്നാൽ ഈ നായക്കുട്ടി ഒരു മസ്ബൂർ എന്ന് വെച്ചാൽ വിവശമായിട്ടുള്ള, അതായത് ദയനീയമായിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു. ഹാലത്ത് അവസ്ഥ. കീ ലഗേ തോന്നും, ഭാഗ്യക്ക മാരാഹെ ഒരു ഭാഗ്യമില്ലാത്തവൻ ആയിട്ടാണ് തോന്നുന്നത്. പില്ലേക്കോ ഭാഗ്യക്ക മാരാക്യോം കഹാഗയ ഹെ, നായക്കുട്ടിയെ ഒരു ഭാഗ്യമില്ലാത്തവൻ എന്ന് പറയാൻ കാരണം എന്താണ്? വഹ് അകേല ഹെ, ഈ നായക്കുട്ടി ഒറ്റക്കാണ്. ഈ ശബ്ദ് ഉൻകി ദയനീയ സ്ഥിതിക്കോ ദർശാത്തെ, ഈ ശബ്ദം അതിൻ്റെ ഒരു ദയനീയമായിട്ടുള്ള ഒരവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. പ്രൊഫസറിനെ തൈ കിയാക്കി മേ ഇസ് കുത്തേക്ക് മാലിക്കോ ഗോജുങ്ക, പ്രൊഫസർ തീരുമാനിച്ചു. തൈക്കിയ എന്ന് വെച്ചാൽ തീരുമാനിച്ചു. മേ ഇസ് കുത്തേക്ക് മാലിക്കോ ഗോജുങ്ക, ഈ നായയുടെ ഉടമസ്ഥനെ ഞാൻ അന്വേഷിക്കും എന്ന് പ്രൊഫസർ തീരുമാനിച്ചു. ജബ് തക് വഹ് നഹി മിലേഗ യഹ് മേരെ സാത്ത് ഹി രഹേഗ, അതായത് ഉടമസ്ഥനെ കിട്ടുന്നത് വരെ ഈ നായക്കുട്ടി എൻ്റെ കൂടെ തന്നെ താമസിക്കും. ഉസെ സാത്ത് ലേക്കർ വഹ് റോസ് ഉസ്കെ മാലിക് കോ ഗോജിനെ നികൽത്തെ, എന്നു രണ്ടുപേരും കൂടി, ഹാച്ചിയും പ്രൊഫസറും കൂടി പുറത്തൊക്കെ പോയിട്ട് അന്വേഷിക്കും. ലേക്കിൻ വഹ് കഹിൻ നഹിമില, എന്നാൽ എവിടെയും അതിൻ്റെ ഉടമസ്ഥനെ കണ്ടെത്താനായില്ല. रोज़ के इस संग साथ के कारण दोनों में ऐसा लगाव बन गया कि हाची अब उन्हीं को अपना मालिक मानने लगा. ദിവസവുമുള്ള ഈ കൂടിച്ചേരൽ കാരണം, സംഘസാത്ത് എന്ന് വെച്ചാൽ ഏക്സാത്ത്, ഒരുമിച്ച് അവർ പുറത്തൊക്കെ പോകുന്ന കാരണം ഐസ ലഗാവ് ബൻഗയ, നല്ല അടുപ്പമായി. ആരായിട്ട്? പ്രൊഫസറായിട്ട് നല്ല അടുപ്പമായി ഹാച്ചി. അപ്പോൾ ഉനീക്കോ അപ്പന മാലിക് മാന്നെ ലഗ, പ്രൊഫസറെ സ്വന്തം മാലിക്, ഉടമസ്ഥനായിട്ട് കണക്കാക്കാൻ തുടങ്ങി. പ്രൊഫസർ കി പത്നിക്കോ ശുരുമേ ഹാച്ചി പസന്ത് നഹീം ആയ, പ്രൊഫസറിൻ്റെ വൈഫിന് ആദ്യത്തിലൊന്നും ഹാച്ചിയെ ഇഷ്ടമായിരുന്നില്ല. ലേക്കിൻ ഉസ്കി സുന്ദരത ഔർ പ്രൊഫസർ കെ പ്രതി ഉസ്കെ സ്നേഹിനെ ഉൻകാ ദിൽ പിക്കലാ ദിയ, എന്നാൽ അതിൻ്റെ നല്ല സൗന്ദര്യവും അതുപോലെ പ്രൊഫസറിനോടുള്ള നല്ല സ്നേഹവും കാരണം അവരുടെ മനസ്സ് ദയൊക്കെ ഉണ്ടായി, അങ്ങനെ സ്നേഹമുണ്ടായി. പിക്കലാ ദിയ എന്ന് വെച്ചാൽ മന്മേ ദയ ഉൽപ്പന്ന ഹുയി, മനസ്സിൽ നല്ല സ്നേഹവും ദയൊക്കെ ഉണ്ടായി എന്ന് അർത്ഥം. സമയ ബീത്തത്താ ഗയ, സമയം ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരുന്നു. ഉൻ ദോനോ കി ദോസ്തി ഗഹരി ഹോത്തി ഗയി, രണ്ടുപേരും തമ്മിലുള്ള അടുപ്പം വളരെ ഡീപ്പായിട്ടുള്ള നല്ല ഫ്രണ്ടായി മാറി അവർ. പ്രൊഫസർ സുബഹ ട്രെയിൻ പക്കഡ്കർ ദഫ്തർ ജാത്തെ ഔർ ഷാം കോ ലൗട്ട് കർ ഹാച്ചി കെ സാത്ത് കേൽത്തെ, പ്രൊഫസർ എന്നും രാവിലെ ട്രെയിനിൽ ഓഫീസിൽ പോകുന്നു, എന്നിട്ട് വൈകുന്നേരം മടങ്ങി ഹാച്ചിയുമായിട്ട് കളിക്കുന്നു. ഏക് സുബ ഹാച്ചി ബി പ്രൊഫസർ കെ പീച്ചെ പീച്ചെ ചൽത്താ ഹുവ സ്റ്റേഷൻ പഹുഞ്ച് ഗയ, ഒരു ദിവസം പ്രൊഫസറിൻ്റെ പിന്നാലെ ഹാച്ചിയും നടന്നു വന്നിട്ട് സ്റ്റേഷനിലെത്തി. ഉൻകോ ബഹുത്ത് അജീബ് ലഗ, ഇത് കണ്ടപ്പോൾ പ്രൊഫസറിന് വളരെയധികം അത്ഭുതപ്പെട്ടു. അജീബ് എന്ന് വെച്ചാൽ വിചിത്രമായിട്ട് തോന്നി.
ഉനോനെ സമച്ചാന ചാഹ. അദ്ദേഹം ഹാച്ചിയോട് കുറേ പറഞ്ഞു മനസ്സിലാക്കാൻ നോക്കി. ലേക്കിൻ ഹാച്ചി ഗർ ലൗട്ട്നേക്കോ രാസി നെയ്ത്ത. എന്നാൽ ഹാച്ചിക്ക് വീട്ടിലേക്ക് മടങ്ങിപ്പോകാൻ സമ്മതമായിരുന്നില്ല. രാസി എന്ന് വെച്ചാൽ സമ്മതം. ആക്കിർ പ്രൊഫസർ ഖുദ് ഉസെ ഗർ തക്ക് ചോടുക്കർ ആയേ. അവസാനം പ്രൊഫസർ എന്ത് ചെയ്തു? സ്വയം വീട് വരെ കൊണ്ടാക്കി. അവർ ദഫ്തർ ദേർ സകെ. അങ്ങനെ ഓഫീസിൽ നേരം വൈകിയാണ് പോയത്. शाम को काम से लौटने के बाद जब वे ट्रेन से उतरकर अपने स्टेशन के फाटक से निकले. വൈകുന്നേരമായപ്പോൾ പ്രൊഫസർ ജോലിയൊക്കെ കഴിഞ്ഞ് ട്രെയിനിൽ നിന്ന് ഇറങ്ങി ഗേറ്റിൻ്റെ അവിടെ എത്തി. തോ ദേഖ ബാഹർ സടക്ക് പർ ഹാച്ചി ഉൻക ഇന്തസാർ കർ രഹാ ഹെ. അപ്പോൾ കണ്ടു റോഡിൽ ആര് നിൽക്കുന്നു? ഹാച്ചി പ്രൊഫസറെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്തസാർ കർ രഹാ ഹെ എന്ന് വെച്ചാൽ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. വ ഉൻകെ സാത്ത് സാത്ത് പൈതൽ കർ ലൗട്ട. അവർ രണ്ടുപേരും ഒരുമിച്ച് നടന്ന് വീട്ടിലേക്ക് മടങ്ങി. ഫിർ തോ യേ റോസ് കാ സിൽസില ബൻ ഗയ. ഇത് എന്നത്തെ ഒരു പതിവ് പോലെയായി. പതിവ് പോലെ എന്നും ഇങ്ങനെ നടന്നു പോവും. സിൽസില എന്ന് വെച്ചാൽ ക്രമം, അല്ലെങ്കിൽ ഇവിടെ ആദത്ത് എന്നർത്ഥം. ആദത്ത് എന്ന് വെച്ചാൽ സ്വഭാവം. ഇത് എന്നത്തെ ഒരു സ്വഭാവമായി മാറി. ഹർ സുബ ഹാച്ചി പ്രൊഫസർ കോ ചോടിനെ സ്റ്റേഷൻ തക്ക് ജാത്ത. എന്നും മോർണിംഗിൽ പ്രൊഫസറുടെ കൂടെ ആര് വരും? ഹാച്ചിയും സ്റ്റേഷൻ വരെ എത്തും. അവർ ഷാം കോ ഉൻകെ ആനെ സെ പഹലെ ഹി. വൈകുന്നേരം പ്രൊഫസർ വരുന്നതിന് കുറച്ച് മുമ്പായിട്ട് സ്റ്റേഷൻ കെ ബാഹർ ബൈട്ട് കർ ഉൻക ഇന്തസാർ കർണേ ലഗ്ത. വൈകുന്നേരം പ്രൊഫസർ വരുന്നതിന് കുറച്ച് മുമ്പായിട്ട് ആര് വരും? ഹാച്ചി വന്നിട്ട് അവിടെ റോഡിലവിടെ വെയിറ്റ് ചെയ്ത് പ്രതീക്ഷയോടെ കാത്തിരിക്കും. ഫിർ സാത്ത് സാത്ത് ഗർ ആത്ത. എന്നിട്ട് രണ്ടുപേരും ഒരുമിച്ചിട്ട് നടന്നു പോകും. ഉച്ചൽത്തെ പുലക്തെ. എങ്ങനെയാണ് പോകുന്നത്? ഉച്ചൽത്തെ പുലക്തെ, ഉല്ലസിത് ഹോത്തെ എന്നർത്ഥം. അതായത് വളരെയധികം എൻജോയ് ചെയ്ത് തുള്ളിച്ചാടിയിട്ടൊക്കെയാണ് അവർ വീട്ടിലേക്ക് മടങ്ങാറ്. ഏക് ഷാം ഹാച്ചി സ്റ്റേഷൻ കെ ബാഹർ ബൈട്ട് കർ ഇന്തസാർ കർ രഹാത്ത. ഒരു വൈകുന്നേരം ഹാച്ചി എന്ത് ചെയ്തു? സ്റ്റേഷൻ്റെ പുറത്ത് വന്നിട്ട് ഇങ്ങനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു. ബഹുത്ത് ദേർ ഹോകെ. ഒരുപാട് നേരം വൈകിയിരുന്നു. ദേർ എന്ന് വെച്ചാൽ വൈകുക, ലേറ്റായിരുന്നു. ലേക്കിൻ പ്രൊഫസർ ലൗട്ട് കർ നഹീം ആയേ. എന്നാൽ പ്രൊഫസർ മടങ്ങി വന്നില്ല. രാത്ത് ഹോകെ. രാത്രിയായി. ബർഫ് ഗിർനെ ലഗി. ആ സമയത്ത് ഐസ് ഇങ്ങനെ വീണുകൊണ്ടിരുന്നു. പറഞ്ഞത്തോ പ്രൊഫസറായി. എന്നിട്ടും പ്രൊഫസർ വന്നില്ല. ന ഹി ആച്ചി ഉസ് ജഗാസഹിലെ. ആച്ചിയാണെങ്കിലോ ആ ഇരുന്ന സ്ഥലത്തു നിന്നും ഇളകിയില്ല. അവിടെ തന്നെ ഇരിപ്പുറപ്പിച്ചു. ദർ അസൽ ഉസ് ദോപഹർ കോ ദഫ്തർ മേ പ്രൊഫസർ കാ നിധൻ ഹോഗയാത്ത. ദർ അസൽ എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ അന്നുച്ചയ്ക്ക് ഓഫീസിൽ വെച്ച് പ്രൊഫസർ എന്ത് സംഭവിച്ചിരുന്നു? മരണം സംഭവിച്ചിരുന്നു. നിധൻ എന്ന് പറഞ്ഞാൽ മൃത്യു അല്ലെങ്കിൽ മരണം. അബ് ഉനെ കബി നഹി ലൗട്ട്നാത്ത. ഒരിക്കലും അദ്ദേഹം ഇനി മടങ്ങി വരില്ല. ലേക്കിൻ ഹാച്ചി കോ യഹ് ബാത്ത് കൈസെ പത്താച്ചൽ സക്തി തി. ഹാച്ചിയോട് ഇക്കാര്യം എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കും? ഉസേ തോ ബസ് ഇത്തന സമച്ചായാക്കി. അവൻ ഇത്രമാത്രം അറിയാം. ഉസ്കാ ദോസ്ത് അവൻ്റെ ഫ്രണ്ട് ഇസ് ജഗഹ് ഈ സ്ഥലത്തു നിന്നും ട്രെയിൻ സെ ഉതർക്കർ ട്രെയിനിൽ ഇറങ്ങി ഹർ റോസ് ഉസ്കെ പാസ് ലൗട്ടാത്താത്ത എന്നും അവൻ്റെ അടുത്തേക്ക് മടങ്ങി വരാറുണ്ട്. ആജ് നഹി ലൗട്ടാഹേ ഇന്ന് മടങ്ങി വന്നിട്ടില്ല. ഹോ സക്താഹേ തോടി ദേർ ബാദ് ആജായ്. കുറച്ച് സമയം കഴിഞ്ഞാൽ തൻ്റെ യജമാനൻ മടങ്ങി വരുമെന്നുള്ള പ്രതീക്ഷയിൽ ഹാച്ചി കാത്തിരിക്കുകയാണ്. ദേർ രാത്ത് പ്രൊഫസർ കെ പരിജൻ ഉസെ ജബരൻ ഗർ ലേ ഗയേ. നേരം കുറേ വൈകിയപ്പോൾ പ്രൊഫസറിൻ്റെ ബന്ധുക്കൾ എന്ത് ചെയ്തു? ജബരൻ നിർബന്ധിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി ഹാച്ചിയെ. ലേക്കിൻ അഗലി സുബ ഹാച്ചി ഫിർ ഉസി ജഗ ആക്കർ ബൈറ്റ് ഗയ. എന്നാൽ അടുത്ത മോർണിംഗിൽ എന്ത് ചെയ്തു? ഹാച്ചി ആ സ്ഥലത്ത് തന്നെ വന്ന് ഇരുന്നു. സ്റ്റേഷൻ്റെ അടുത്തുള്ള ആ സ്ഥലത്ത് തന്നെ വന്നിരുന്നു. താഴെയുള്ള ആ ക്വസ്റ്റ്യൻ നോക്കാം. പ്രൊഫസർ കെ പരിജൻ ഹാച്ചി കോ ജബരൻ ഗർ ലേ ഗയേ ക്യൂം. പ്രൊഫസറിൻ്റെ ബന്ധുക്കൾ ഹാച്ചിയെ നിർബന്ധിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോയി. ക്യൂം എന്തുകൊണ്ട്? ക്യൂം കി ദഫ്തർ മേം പ്രൊഫസർ കാ നിധൻ ഹോഗയാത്ത. ഓഫീസിൽ വെച്ച് അന്നുച്ചയ്ക്ക് പ്രൊഫസർ മരണപ്പെട്ടിരുന്നു. അബ് ഉനെ കബി നഹി ലൗട്ട്നാത്ത ഇനി ഒരിക്കലും മടങ്ങി വരില്ല. വേ ഉസെ പാല ചാഹത്തേത്തെ. വീട്ടിലുള്ളവർക്ക് ഹാച്ചിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അവർ ഹാച്ചിയെ വളർത്താൻ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ടാണ് അവർ വീണ്ടും കൊണ്ടുപോയത്. അതുകൊണ്ടാണ് അവർ ഹാച്ചിയെ നിർബന്ധപൂർവം വീട്ടിലേക്ക് കൊണ്ടുപോയത്. ഉസെ വിശ്വാസ് താക്കി പ്രൊഫസർ रोज़ की तरह स्टेशन के उस दरवाजे से निकलकर
ആയെങ്കിൽ അവന് നല്ല വിശ്വാസമുണ്ടായിരുന്നു. ആർക്ക്? ഹാച്ചിക്ക്. പ്രൊഫസർ എന്നും വരുന്ന പോലെ സ്റ്റേഷൻ്റെ ആ വാതിലിലൂടെ പുറത്തു വരും. ഉസേ പ്യാർ കരെങ്കെ, നന്നായി സ്നേഹിക്കും. അവർ ഫിർ വേ ദോനോം കേൾത്തെ ടഹൽത്തെ ഗർ ലൗട്ടെങ്കെ, എന്നിട്ട് രണ്ടുപേരും കൂടി കളിച്ചും ചിരിച്ചൊക്കെ ആയിട്ട് വീട്ടിലേക്ക് മടങ്ങും. വഹ് റോസ് സുബ സ്റ്റേഷൻ കെ ബാഹർ ഉസി ജഗഹ് ബൈറ്റ് ജാത്ത, എന്നും മോർണിംഗിൽ സ്റ്റേഷൻ്റെ പുറത്ത് വന്ന് ഇരിക്കും. അവർ ദേർ രാത്ത് ഗർ ലൗട്ട് ആത്ത, വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ വീട്ടിലേക്ക് മടങ്ങും. അപ്പോൾ പ്രൊഫസർ മരണപ്പെട്ട് കഴിഞ്ഞിട്ടും ഹാച്ചി എന്നും വന്നുകൊണ്ടിരിക്കും. അവർ വീട്ടിൽ നിർബന്ധിച്ച് കൊണ്ടുപോയിട്ടും പിറ്റേ ദിവസം മോർണിംഗിൽ സ്റ്റേഷനിൽ വന്നിരിക്കുകയും പിന്നെ വൈകുന്നേരം ആകുമ്പോൾ വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്യുന്നു. കുച്ച് സമയക്ക് ബാദ് പ്രൊഫസർ കി പത്നിനെ മക്കാൻ ഭേജ് ദിയ, കുറച്ച് സമയത്തിന് ശേഷം പ്രൊഫസറിൻ്റെ വൈഫ് ആ സ്ഥലം വിറ്റു, വീട് വിറ്റു. മക്കാൻ എന്ന് വെച്ചാൽ വീട്. അവർ ദൂസരെ ഷഹർ ചലികെ, എന്നിട്ട് മറ്റൊരു പട്ടണത്തിലേക്ക് പോയി. വഹ് അപ്പനെ സാത്ത് ഹാച്ചി കോ ബി ലേത്തി ഗയി തി, തൻ്റെ കൂടെ ഹാച്ചിയെയും അവൾ കൂട്ടി. ലേക്കിൻ ഹാച്ചി വഹാം സെ ഭാഗായ, എന്നാൽ ഹാച്ചി അവിടെ നിന്നും ഓടിപ്പോയി. അവർ സ്റ്റേഷൻ കെ ബാഹർ ടീക്ക് ഉസി ജഗഹ് പർ ബൈഠ് കർ ഫിർ സെ ഇന്തസാർ കർനെ ലഗ, എന്നിട്ട് എന്ത് ചെയ്തു? സ്റ്റേഷൻ്റെ ആ പഴയ സ്ഥലത്ത് തന്നെ വന്നിരുന്ന് പ്രതീക്ഷയോടെ കാത്തിരുന്നു ഹാച്ചി. സ്റ്റേഷൻ കെ ആസ്പാസ് ലോഗ് ഉസെ പഹച്ചാൻതേ തെ, സ്റ്റേഷൻ്റെ ചുറ്റുമുള്ള ആളുകളൊക്കെ അവനെ തിരിച്ചറിയാൻ തുടങ്ങി. വേ ലോഗ് ഹാച്ചിക്കോ ഖാന കിലാദേ തെ, അവർ ഹാച്ചിക്ക് ഫുഡൊക്കെ നൽകി. വേ ദിൻ പർ സ്റ്റേഷൻ കോ ദേഖ്താ രഹത്ത, ദിവസം മുഴുവൻ സ്റ്റേഷനിലോട്ട് നോക്കിയിരുന്നു. ട്രെയിൻ വരുന്നു. തോ ഉച്ചക്ക് ഉച്ചക്ക് കർ അപ്പനെ പ്രൊഫസർ കോ കോച്ച കർത്ത, ട്രെയിൻ വരുമ്പോൾ തുള്ളിച്ചാടി പ്രൊഫസറെ അന്വേഷിച്ചുകൊണ്ടിരിക്കും. രാത്ത് ഹോത്തി, രാത്രിയായാൽ സിർ ചുക്കാക്കർ, തല കുനിച്ച്. വഹ് യാർഡ് മേ സോനെ ചലാ ജാത്ത, രാത്രിയാകുമ്പോൾ തല കുനിച്ച് യാർഡിൽ പോയി കിടന്നുറങ്ങും. യാർഡ് എന്ന് വെച്ചാൽ പുല്ലൊക്കെ ഉള്ള സ്ഥലത്ത് പോയിട്ട് കിടന്നുറങ്ങും. 1 साल 2 साल 3 साल पूरे 9 साल और 9 महीने तक ഹാച്ചി ठीक उसी जगह बैठ अपने प्रोफेसर का इंतज़ार करता रहा. 1 വർഷം 2 വർഷം 3 വർഷം അങ്ങനെ 9 വർഷവും 9 മാസവും ഹാച്ചി അതേ സ്ഥലത്ത് വന്ന് പ്രൊഫസറെ പ്രതീക്ഷയോടെ കാത്തിരുന്നു. ജിസെ ഏക്ക് സുബഹ് ഉസ്നെ ട്രെയിൻ മേ ബിഡാക്കർ വിദാ കിയാത്ത, അവനെ ഒരു ദിവസം ട്രെയിനിൽ ഇരുത്തി വിട പറഞ്ഞതാണ്. ഒരു ദിവസം മോർണിംഗിൽ പ്രൊഫസറും ഹാച്ചിയും കൂടി വന്നിട്ട് പ്രൊഫസർ പോയതാണ്, പിന്നെ തിരിച്ചു വന്നില്ല. ലേക്കിൻ ജോ ഫിർ കബി ലൗട്ട് കർ നഹിമായ, പിന്നീട് ഒരിക്കലും അദ്ദേഹം മടങ്ങി വന്നില്ല. സർദി ഗർമി ബർസാത് ബർഫ് ഹാച്ചിക്കോ ഇൻ സബ്സെ കോയി ഫർക്ക് നഹിം പടാ, തണുപ്പുകാലം, ചൂടുകാലം, മഴക്കാലം, മഞ്ഞുകാലം, ഇതൊക്കെ ഇങ്ങനെ മാറി മാറി വന്നാലും ഹാച്ചിക്ക് യാതൊരു വ്യത്യാസവും ഇല്ല. എന്തും സഹിച്ച് ഹാച്ചി അവിടെ പ്രതീക്ഷയോടെ കാത്തിരുന്നു. താഴെയുള്ള ക്വസ്റ്റ്യൻ നോക്കാം. സർദി ഗർമി ബർസാത്ത് ബർഫ് ഹാച്ചിക്കോ ഇൻ സബ്സെ കോയി ഫർക്ക് നഹിം പടാ, ഇസസെ ക്യാ താൽപര്യ ഹെ. സർദി തണുപ്പുകാലം, ഗർമി ചൂടുകാലം, ബർസാത്ത് മഴക്കാലം, ബർഫ് മഞ്ഞുകാലം. ഹാച്ചിക്കോ ഇൻ സബ്സെ കോയി ഫർക്ക് നഹിം പടാ, ഇതൊന്നും ഹാച്ചിക്ക് യാതൊരു മാറ്റവും ഇല്ല. ഇസസെ ക്യാ താൽപര്യം, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഹാച്ചി അപ്പനെ മാലിക് കോ ഹമേശ ഇന്തസാർ കർത്താത്ത, ഹാച്ചി തൻ്റെ മാലിക് എന്ന് വെച്ചാൽ പ്രൊഫസറെ എന്നും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. ഉസ് പർ മൗസം കോ കോയി പ്രഭാവ് നഹിം പടുത്താത്ത, ഇതിന് കാലാവസ്ഥയൊന്നും അവനിൽ യാതൊരു മാറ്റവും വരുത്തുന്നില്ല. ഇനി നമുക്ക് ലാസ്റ്റ് പാരഗ്രാഫ് നോക്കാം. ബീച്ച് മേ കബി കിസി ബറസ് പ്രൊഫസർ की പത്നി अपने पति की कब्र पर फूल चढ़ाने आ जाती. ഇതിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് ചില വർഷങ്ങളിലൊക്കെ പ്രൊഫസറിൻ്റെ വൈഫ് അവിടെ എത്തുമായിരുന്നു. എന്തിന്? തൻ്റെ ഹസ്ബൻഡിൻ്റെ ശവകുടീരത്തിൽ പൂക്കളമർപ്പിക്കാനായിട്ട്. തബ് വഹ് ഹാച്ചി കെ സാത്ത് സടക്ക് പർ ബൈഠ് കർ രോത്തി രത്തി, ആ സമയത്ത് ഹാച്ചി അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഹാച്ചിയുമായിട്ട് ഇരുന്ന് കരയുമായിരുന്നു. ആ പിക്ചർ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കാണാം. അവർ ഷായത് ഒരു പക്ഷേ ഉസ് മൂഗ് ജാൻവർ കെ പ്രേം, ഈ മിണ്ടാപ്രാണിയുടെ സ്നേഹവും സമർപ്പണ വ പ്രതീക്ഷ പർ അജരജ് കർത്തി, അതായത് സമർപ്പണത്തിൻ്റെയും പ്രതീക്ഷയിലൊക്കെ ആശ്ചര്യപ്പെട്ടിരുന്നു. ആര്? ഈ പ്രൊഫസറിൻ്റെ വൈഫ്. ഇത്രയും കാലം ഇപ്പോഴും ട്രെയിനിൻ്റെ അടുത്ത് വന്ന് വിഷമത്താലെ നോക്കിയിരിക്കുകയാണ് ആര്? ഹാച്ചി. ഇത് കണ്ടിട്ട് അവൾ വളരെയധികം ആശ്ചര്യപ്പെട്ടു. ലേക്കിൻ ഉസ്നെ ഇന്തസാർ കർണാ നഹിം ചോട, എന്നിട്ടും അവൻ പ്രതീക്ഷ കൈവിടാതെ ഇങ്ങനെ ഇരിക്കുകയാണ്.
1935 में उसी जगह बैठे बैठे उसने ദം തോട് ദിയ. അങ്ങനെ 1935 ആ സ്ഥലത്തിരുന്നു കൊണ്ട് തന്നെ ദം തോട് ദിയ എന്ന് വെച്ചാൽ അന്ത്യശ്വാസം വലിച്ചു, മരണപ്പെട്ടു. ഉസ് സമയ ബർഫ് ഗിർ രഹി തി, ആ സമയത്ത് ഐസ് ഇങ്ങനെ വീണുകൊണ്ടിരുന്നു. മരേ ഹുയെ ഹാച്ചി കി കുലി ആങ്കോങ്കോ ജെയ്സെ അബ് ബി ഇന്തസാർത്ത, മരിച്ച ഹാച്ചിയുടെ കണ്ണുകൾ അപ്പോഴും തുറന്നിരിക്കുകയായിരുന്നു. അപ്പോഴും ഇങ്ങനെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പോലെ ഈ എഴുത്തുകാരന് തോന്നി. ലാസ്റ്റ് ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ നോക്കാം. മരേ ഹുയെ ഹാച്ചി കി കുലി ആങ്കോങ്കോ ജെയ്സെ അബ് ബി ഇന്തസാർത്ത, മരിച്ച ഹാച്ചിയുടെ തുറന്ന കണ്ണുകളിൽ അപ്പോഴും പ്രതീക്ഷയുണ്ടായിരുന്നു. വിചാർ കരേം, അതിൻ്റെ ആശയം വ്യക്തമാക്കുക. ഈ കഹാനി വിശ്വാസ് കെ മഹത്വക്കോ യാദ് ദിലാത്തി ഹെ, ഈ കഥ വിശ്വാസത്തിൻ്റെ മഹത്വത്തെയാണ് സൂചിപ്പിക്കുന്നത്. മനുഷ്യ और जानवर के बीच का अजीब प्यार, മനുഷ്യനും മൃഗങ്ങളും തമ്മിലിടയിലുള്ള വിചിത്രമായിട്ടുള്ള സ്നേഹം. തഥാ ഏക് മൂക ജാൻവർ കി വഫാദാരി, അതുപോലെ തന്നെ ഈ മിണ്ടാപ്രാണിയുടെ വിശ്വാസവുമൊക്കെയാണ് ഹം ഇസ് കഹാനി മേം പ്രകട് ഹോത്തെ ഹെ, ഈ കഥയിൽ പ്രകടമാകുന്നത്. ഹാച്ചി കി സ്മൃതി മേ സ്റ്റേഷൻ കെ ബാഹർ ഉസ്കി പ്രതിമ സ്ഥാപിത് ഹെ, ഹാച്ചിയുടെ ഓർമ്മക്കായിട്ട് സ്റ്റേഷൻ്റെ പുറത്തായിട്ട് ഒരു പ്രതിമ സ്ഥാപിച്ചിട്ടുണ്ട്. ചിത്രം കാണാം. ഇതോടുകൂടി ഈ ചാപ്റ്റർ അവസാനിച്ചിരിക്കുന്നു. 2009 ഈ കഥ സിനിമയായി പുറത്തിറങ്ങിയിട്ടുണ്ട്. ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഷോർട്ടാക്കി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. നന്നായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. തുടർന്നും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.